വിക്രമനെ കാത്തിരിക്കാൻ ക്ഷമയില്ലാതെ ത്രിപുരസുന്ദരി മായാവനത്തിൽ നിന്ന് പുറത്തേക്ക് കടന്നു. വിക്രമനും ജാനകിയും വീടിന്റെ ടെറസിലിരുന്ന് അവരുടെ മനസ്സിലുള്ളതെല്ലാം പങ്കുവെച്ചു. അവർ ടെറസിൽ തന്നെ ഇരുന്ന് ഉറങ്ങിപ്പോകുകയും ചെയ്തു. ജാനകി താഴെ ഹാളിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ അവിടെ ആരെയും കണ്ടില്ല. അവൾ ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ സമയം 6 മണിയായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അനിത അടുക്കളയിൽ ചായ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. അവൾ ആരും കാണാതെ നേരെ അവളുടെ മുറിയിലേക്ക് പോയി. അല്പനേരം കഴിഞ്ഞതും വിക്രമനും താഴേക്ക് വന്നു. അവനും ആരും കാണാതെ അവൻ്റെ മുറിയിലേക്ക് പോയി. കുറച്ച് സമയം കഴിഞ്ഞതും വിക്രമൻ ഫ്രഷായി താഴേക്ക് വന്നു. അപ്പോൾ ഡൈനിങ് ടേബിളിൽ ദേവദത്തനും ദേവകിയും കൃഷ്ണനും റാമും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വിക്രമൻ റാമിൻ്റെ അടുത്ത് വന്നിരുന്നു. വിക്രമൻ റാമിനെ നോക്കി പുഞ്ചിരിച്ചു. റാമും അവനെ നോക്കി പുഞ്ചിരിച്ചു. ഇപ്പോൾ ആദ്യത്തെ പോലെ റാമിന് വിക്രമനോട് ദേഷ്യമൊന്നുമില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞതും ജാനകിയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി അങ്ങോട്ടേക്ക് വന്നു. ഇതേ സമയം റാം കൃഷ്ണനോട് പറഞ്ഞു, അച്ഛാ, കൈലാസ് ഗ്രൂപ്പുമായി നാളെ ഒരു മീറ്റിംഗ് ഉണ്ട്. പക്ഷേ എനിക്ക് പോകാൻ സാധിക്കില്ല. അച്ഛനൊന്ന് പോകാമോ? എനിക്ക് വേറൊരു മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ടാ. സോറി മോനെ, ഇന്നാടാ അമ്മയെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോവേണ്ടത്, കൃഷ്ണൻ പറഞ്ഞു. അപ്പോൾ ആര് പോകും? ഈ ഡീല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പൊക്കോളാം, റാം പറഞ്ഞത് കേട്ട് ജാനകി പറഞ്ഞു. ഓക്കേ, നാളെ 11 മണിക്കാണ് മീറ്റിംഗ്. അല്ല, ഓക്കെ അല്ലേ? ഓക്കെ ആന്നേ, ജാനകി പറഞ്ഞു. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ ജോലിയിലേക്ക് തിരിഞ്ഞു. റാം ഒരു നീല ഫയൽ ജാനകിക്ക് കൊണ്ടു കൊടുത്തു. ജാനകി അതും കൊണ്ട് റൂമിലേക്ക് പോയി. ജാനകി റൂമിൽ ഫയൽ നോക്കിക്കൊണ്ടിരിക്കെ വിക്രമൻ അവളുടെ മുറിയിലേക്ക് വന്നു. വിക്രമനെ കണ്ടതും ഫയൽ അടച്ചു വെച്ച ഒരു ചെറു പുഞ്ചിരിയോടെ അവൾ അവനോട് ചോദിച്ചു, എന്താ വിക്രം, എന്തെങ്കിലും പറയാനുണ്ടോ? നിനക്ക് തിരക്കില്ലെങ്കിൽ നമുക്കൊരിടം വരെ പോയാലോ? അത് പറയുമ്പോൾ വിക്രമന്റെ മുഖം വാടിയിരുന്നു. ജാനകി അത് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ അവന്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു, എന്തേ, എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് കാര്യമാണോ? എന്താ ഇങ്ങനെ മുഖം വാടിയിരിക്കുന്നേ? അതൊക്കെ പറയാം, തിരക്കില്ലെങ്കിൽ എൻ്റെ കൂടെ ഒന്ന് വരാമോ? ഞാനെല്ലാം പറയാം. വിക്രമന് എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എന്ന് വിക്രമന്റെ മുഖഭാവത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയ ജാനകി ഫയൽ അടച്ചു വെച്ച വിക്രമനോട് പറഞ്ഞു, 1/2 മണിക്കൂർ, അതിനുള്ളിൽ ഞാൻ വരാം. ജാനകി അതും പറഞ്ഞതും മറുപടി ഒന്നും പറയാൻ നിൽക്കാതെ വിക്രമൻ പുറത്തേക്ക് പോയി. വിക്രമൻ ജീപ്പിൽ അവളെയും കാത്ത് ഇരിപ്പുണ്ടായിരുന്നു. വിക്രമൻ ആ ജീപ്പിന്റെ മുകൾ വശം മറച്ചിരുന്നു. ഇപ്പോൾ ആ ജീപ്പിൽ ആരാണ് പോകുന്നത് എന്ന് പോലും ആർക്കും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലാണ്. 1/2 മണിക്കൂർ കഴിഞ്ഞതും ജാനകി അങ്ങോട്ടേക്ക് വന്നു. അവൾ ജീപ്പിൽ കയറി. ജാനകി കയറിയതും വിക്രമൻ ജീപ്പ് അവിടെ നിന്ന് പായിച്ചു. അല്ല, നമ്മളിത് എങ്ങോട്ടാ പോകുന്നേ? മൗനമായി വണ്ടി ഓടിക്കുന്ന വിക്രമനെ നോക്കി ജാനകി ചോദിച്ചു. നമ്മൾ പ്രധാനപ്പെട്ട ഒരാളെ കാണാൻ പോവുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ. അതാരാണ്? ജാനകി കൗതുകത്തോടെ ചോദിച്ചു. പക്ഷേ വിക്രമൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. അവൻ മിണ്ടാതിരിക്കുന്നത് കണ്ട് ജാനകിയും മിണ്ടാതിരുന്നു. വിക്രമൻ നേരെ ചെന്നത് ഒരു പൂക്കടയുടെ മുന്നിലാണ്. ആ പൂക്കടയിൽ നിന്ന് ഒരു റോസാപ്പൂ കൊണ്ടുള്ള ബൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് അവിടെ നിന്ന് പോയി. പിന്നെ നേരെ അവൻ എത്തിയത് സിറ്റിയിൽ നിന്ന് കുറച്ചു മാറി ഒരു പള്ളിയുടെ മുന്നിലേക്കാണ്. സെമിത്തേരിയുടെ മുന്നിൽ വണ്ടി നിർത്തി അവൻ ബൊക്കെയുമായി വണ്ടിയിൽ നിന്ന് ഇറങ്ങി. കൂടെ ജാനകിയും ഒന്നും മനസ്സിലാവാതെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ആ, മോൻ വന്നോ? പള്ളിയുടെ പുറത്ത് പണിക്കാരോടും ജോലിക്കാരും പറഞ്ഞുകൊണ്ടിരുന്ന വികാരിയച്ഛൻ ആന്റണി തോമസ് വിക്രമനെ കണ്ടതും അവൻ്റെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു. ഫാദറിനെ കണ്ടതും വിക്രമൻ ആദരവോടെ നിന്നു. ഒരു 70 വയസ്സിന് മുകളിൽ പ്രായമുണ്ട് ഫാദറിന്. അതിൻ്റെ വയ്യായികയും ശബ്ദത്തിലുള്ള മാറ്റവും അദ്ദേഹത്തിന് നല്ല പോലെയുണ്ട്. ഇന്ന് മോൻ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ മോനെ കാത്തിരിക്കുകയായിരുന്നു. ആദ്യം അവളെ പോയി കാണാൻ നോക്ക്,
എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഫാദർ പറഞ്ഞത് കേട്ട വിക്രമൻ അനുസരണയോടെ തലകുലുക്കി. ജാനകിയാവട്ടെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് സംശയത്തോടെ രണ്ടുപേരെയും നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് ഫാദറും ജാനകിയെ ശ്രദ്ധിച്ചത്. ഇതാരാ കുഞ്ഞെ? ഫാദർ ജാനകിയെ നോക്കി ചോദിച്ചു. ഇതെന്റെ ഭാര്യയാണ് ഫാദർ, പേര് ജാനകി. അത് കേട്ടതും ഫാദറിന്റെ മുഖത്ത് സന്തോഷം അലയടിച്ചു. ആ സന്തോഷത്തോടെ തന്നെ ഫാദർ ജാനകിയെ നോക്കി. ജാനകിയും ഫാദറിനെ സന്തോഷത്തോടെ നോക്കിക്കൊണ്ട് കാല് തൊട്ട് വന്ദിച്ചു. ഗോഡ് ബ്ലെസ് യു മൈ ചൈൽഡ്. നന്നായി വരും. രണ്ടുപേരും പോയി അവളെ കാണ്. ഇതറിയുമ്പോ അവൾക്ക് സന്തോഷമാകും. ഫാദർ പറഞ്ഞത് കേട്ട് വിക്രമൻ ജാനകിയെയും കൂട്ടി നടന്നു. ജാനകി ഇതെങ്ങോട്ടാണ് പോകുന്നത് എന്ന് മനസ്സിലാവാതെ അവന്റെ കൂടെ തന്നെ നടന്നു. വിക്രമൻ ജാനകിയെയും കൂട്ടി സെമിത്തേരിയുടെ മുന്നിലേക്കാണ് പോയത്. സെമിത്തേരിയുടെ മുന്നിലെ തുരുമ്പ് പിടിച്ച ഗേറ്റ് വിക്രമൻ തള്ളി തുറന്നു. അവർ നേരെ ഒരു ശവക്കല്ലറയുടെ മുന്നിലേക്ക് ചെന്ന് നിന്നു. ക്രിസ്റ്റീന ഫെർണാണ്ടോസ് പാലക്കുന്നേലെന്ന് ആ കല്ലറയിൽ കൊത്തിവെച്ചിരിക്കുന്നു. ആ കല്ലറയുടെ മുകളിൽ അവൻ റോസാപ്പൂ ബൊക്കെ വെച്ചു. അവിടെ നിശബ്ദനായി നിന്നു. എന്നിട്ട് അല്പനേരം മൗനമായി കണ്ണുകൾ അടച്ചു നിന്നു. ജാനകിയും ഒന്നും മനസ്സിലായില്ലെങ്കിലും അല്പനേരം കണ്ണുകൾ അടച്ചു നിന്നു. കുറച്ചു കഴിഞ്ഞതും വിക്രമനും ജാനകിയും കണ്ണുകൾ തുറന്നു. ജാനകി കണ്ണുകൾ തുറന്ന ശേഷം വിക്രമനെ നോക്കി ചോദിച്ചു, വിക്രം, ഇതാരാ? മൗനമായിരിക്കുന്ന വിക്രമന്റെ മുഖത്തേക്ക് നോക്കി ജാനകി സംശയത്തോടെ ചോദിച്ചു, എൻ്റെ അമ്മ. വിക്രമന്റെ പെട്ടെന്നുള്ള മറുപടി കേട്ട് ജാനകി ഒന്ന് ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. അമ്മയോ? അവൾ അതിശയത്തോടെ ചോദിച്ചു. അതിന് അവൻ മറുപടി പറയുന്നതിന് മുമ്പ് അവരുടെ അടുത്തേക്ക് ഒരു 70 വയസ്സിനോടടുത്ത് പ്രായം തോന്നിക്കുന്ന ഒരാൾ അടുത്തേക്ക് വന്നു. മോനെ വിക്രം, നീ ഇന്നിങ്ങോട്ട് വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ഈ അമ്മാവനെ നീ ഒന്ന് കാണാൻ വന്നിട്ട് എത്ര മാസമായെന്ന് അറിയാമോ? സോറി അമ്മാവ, അവിടെ തിരക്കിലായി പോയിരുന്നു, അതാ. വിക്രമന്റെ അമ്മാവൻ ജോണി പാലക്കുന്നേൽ പരിഭ്രമത്തോടെ പറയുന്നത് കേട്ട് വിക്രമൻ പരിഭവത്തോടെ പറഞ്ഞു. പെട്ടെന്നാണ് തന്നെ തന്നെ അതിശയത്തോടെ നോക്കി നിൽക്കുന്ന ജാനകിയെ ശ്രദ്ധിച്ചത്. ഇതാരാ മോനെ? ജോണി സംശയത്തോടെ ജാനകിയെ നോക്കി വിക്രമനോടും ചോദിച്ചു. ഇത് ജാനകി, എൻ്റെ ഭാര്യയാണ്. അത് കേട്ട് ജോണിക്ക് അത്ഭുതവും സന്തോഷവും തോന്നി. അയാൾ പുഞ്ചിരിയോടെ ജാനകിയെ നോക്കി. എന്നിട്ട് 2 പേരോടുമായി പറഞ്ഞു, എനിക്ക് വളരെ സന്തോഷായിട്ടോ. ഇതറിയുമ്പോൾ നിന്റെ അമ്മായിക്കും വളരെ സന്തോഷാകും. എപ്പോഴാ പാലക്കുന്നിലേക്ക് 2 പേരും വരുന്നേ? എന്തായാലും ഇന്നില്ല, പക്ഷേ അടുത്തു തന്നെ വരും. അതും പറഞ്ഞുകൊണ്ട് ജോണിയെ ഒന്ന് കെട്ടിപ്പിടിച്ച ശേഷം വിക്രമൻ ജാനകിയെയും കൂട്ടി അവിടെ നിന്ന് പോയി. ഈ സമയം ഫാദർ അവരെയും കാത്ത് അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഒരു ദിവസം എല്ലാവരെയും കാണാൻ വരണം. എല്ലാവരും നിന്നെ ചോദിക്കുന്നുണ്ട്. ഞാൻ അവരെ മറക്കോ? ഇപ്പോ ഞാൻ അങ്ങോട്ട് തന്നെയാ പോകുന്നേ. അതും പറഞ്ഞുകൊണ്ട് അവൻ ഫാദറിനോട് വണ്ടിയിലേക്ക് കയറാൻ പറഞ്ഞു. വേണ്ട മോനിപ്പ ചെല്ല്, ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാം. പിന്നെ വിക്രമൻ ഫാദറിനോട് ഒന്നും പറയാൻ നിന്നില്ല. അവൻ ചെറു പുഞ്ചിരിയോടെ ജീപ്പിൽ കയറി. ജാനകിയും ജീപ്പിൽ കയറി. ജീപ്പിൽ പോകുമ്പോൾ ജാനകിയുടെ മനസ്സിൽ നിറയെ സംശയങ്ങളായിരുന്നു. അവൾ അവനോട് ചോദിക്കാൻ തന്നെ തീരുമാനിച്ചു. ഇതെന്തൊക്കെ ഇവിടെ നടക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സത്യത്തില് നിങ്ങൾ ആരാ? നിന്നോട് ഞാനൊന്നും മറയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ അച്ഛനും അമ്മയും സ്നേഹത്തിലായിരുന്നു. 2 പേരും 2 മതത്തിൽപ്പെട്ടവരായതുകൊണ്ട് തന്നെ അവർക്ക് പിരിയേണ്ടതായി വന്നു. അച്ഛൻ കുടുംബത്തിൻ്റെ സമ്മർദ്ദം മൂലം മറ്റൊരു കല്യാണം കഴിച്ചു. പക്ഷേ അച്ഛൻ്റെ കല്യാണം കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അവർ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒന്നിച്ചു. അതിൻ്റെ ഫലമായി അവർക്ക് ഞാൻ ജനിച്ചു. പക്ഷേ ഞാൻ ജനിച്ചതും അമ്മ മരിച്ചു. പിന്നെ അച്ഛൻ എന്നെ അച്ഛൻ്റെ കൂടെ കൊണ്ടുപോയി. അത് പറഞ്ഞു തീർന്നതും ഒരു അനാഥാലയത്തിൻ്റെ മുന്നിൽ വിക്രമൻ്റെ ജീപ്പ് വന്ന് നിർത്തി.
അവൻ ജീപ്പിൽ നിന്ന് ഇറങ്ങി വണ്ടിയിൽ നിന്ന് അവൻ വാങ്ങിയ സ്വീറ്റ്സും ഡ്രസ്സുകളും എടുത്തു. അതിൽ ചില പാക്കറ്റുകൾ ജാനകിക്ക് പിടിക്കാൻ കൊടുത്തു. അവനെ കണ്ടതും അവിടെ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളും അവിടെ ഉണ്ടായിരുന്ന വയസ്സായവരും അവൻ്റെ അടുത്തേക്ക് ഓടി വന്നു. എന്നിട്ട് മുതിർന്നവർ അവൻ്റെ കയ്യിലെയും ജാനകിയുടെ കയ്യിലെയും സാധനങ്ങൾ വാങ്ങി കയ്യിൽ പിടിച്ചു. ആദിയേട്ടാ, ഞങ്ങളെല്ലാവരും ഏട്ടനെ കാത്തിരിക്കുകയായിരുന്നു. എല്ലാവരും സന്തോഷത്തോടെ വിക്രമനോട് പെരുമാറുന്നതും അവർ അവനോട് കാണിക്കുന്ന സ്നേഹവും ജാനകി നിറഞ്ഞ മനസ്സോടെ കണ്ടു നിൽക്കുകയാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു വയസ്സായ ഒരാൾ ജാനകിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു, മോനെ, ഈ പെൺകുട്ടി ആരാ? അയാൾ അത് പറഞ്ഞപ്പോഴാണ് ബാക്കി എല്ലാവരും ശ്രദ്ധിക്കുന്നത് തന്നെ. എല്ലാവരും ജാനകിയെ സംശയത്തോടെ നോക്കുന്നത് കണ്ട് വിക്രമൻ അവളെ ചേർത്തു പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് ജാനകി, എൻ്റെ ഭാര്യയാണ്. അത് കേട്ടപ്പോൾ ജാനകി അവനോട് ഒന്നും കൂടി ചേർന്ന് നിന്ന് പുഞ്ചിരിയോടെ അവനെ നോക്കി നിന്നു. എല്ലാവരും സന്തോഷത്തോടെ അവളെയും സ്വീകരിച്ചു. ജാനകി പെട്ടെന്ന് അവൾ മറച്ചു വെച്ച താലി പുറത്തേക്കിട്ടു. എന്നിട്ട് സന്തോഷത്തോടെ അവരോടൊപ്പം അകത്തേക്ക് പോയി. ആ അനാഥാലയത്തിന്റെ മുറ്റത്ത് എല്ലാവരും ഓരോ കളികളിലും പരിപാടികളിലും ഏർപ്പെട്ടു. വിക്രമനും ജാനകിയും ആ കളികളിൽ ഏർപ്പെട്ടു. കളിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു വീഴ്ചയിൽ ജാനകിയുടെ ഡ്രസ്സിൽ അഴുക്കുപറ്റി. അപ്പോൾ ഒരു അമ്മ അവളുടെ അടുത്തേക്ക് വന്നു. സാവത്രി എന്നായിരുന്നു ആ അമ്മയുടെ പേര്. അവരെയും അവരുടെ ഭർത്താവിനെയും മക്കൾ ഇവിടെ കൊണ്ടുവന്നാക്കിയതാണ്. അയ്യോ മോളെ, ഡ്രസ്സ് മൊത്തം മുഷിഞ്ഞല്ലോ. വാ, ഞാൻ എൻ്റെ സാരി ഉടുക്കാൻ തരാം. അതും പറഞ്ഞ് സാവത്രി അമ്മ ജാനകിയെയും കൂട്ടി റൂമിനകത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് തൻ്റെ അലമാരയിൽ നിന്ന് ഒരു സാരി എടുത്ത് അവൾക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു, ഇത് അത്ര വിലയുള്ള സാരിയൊന്നും അല്ലെങ്കിലും മോൾക്ക് ഇത് നല്ല പാകമാകും. ജാനകി ആ സാരി സന്തോഷത്തോടെ വാങ്ങി ഉടുത്തു. അവൾ ഉടുത്തു കഴിഞ്ഞ് അലമാരിയിൽ കണ്ണാടിയിൽ നോക്കി മുടി ശരിയാക്കി. സാവത്രി അമ്മയെ നോക്കി പുഞ്ചിരിയോടെ ജാനകി ചോദിച്ചു, ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ മോളെ കാണാൻ മാലാഖയെ പോലെയുണ്ട്. അതും പറഞ്ഞുകൊണ്ട് സാവത്രി അമ്മ അവളുടെ മുഖത്തേക്ക് സംശയത്തോടെ നോക്കി. എന്നിട്ട് പറഞ്ഞു, ഒരു സാധനത്തിന്റെ കുറവ് കൂടിയുണ്ട്. അത് കേട്ട് ജാനകിയും സംശയത്തോടെ അവരെ നോക്കി. അപ്പോൾ സാവത്രി അമ്മ തങ്ങളുടെ മേശയിൽ നിന്ന് ഒരു സിന്ദൂരത്തിന് ചെപ്പ് എടുത്തുകൊണ്ടുവന്നു. എന്നിട്ട് അവൾക്ക് നൽകി. അവൾ അതെടുത്ത് കണ്ണാടിയിൽ നോക്കി തൻ്റെ നെറുകയിൽ ചൂടി. തൻ്റെ നെറുകയിൽ സിന്ദൂരം കണ്ടതും അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞുപോയി. പെട്ടെന്ന് അവളുടെ മുഖത്ത് ചിരി വിടർന്നു. അപ്പോഴേക്കും ഫാദറും ജോണിയും അങ്ങോട്ടേക്ക് വന്നു. വൈകുന്നേരമായപ്പോഴാണ് വിക്രമനും ജാനകിയും ജോണിയും അവിടെ നിന്ന് തിരികെ പോയത്. ജീപ്പിൽ തിരികെ പോകുമ്പോൾ ജാനകി ഡ്രൈവ് ചെയ്യുന്ന വിക്രമനെ തന്നെ പുഞ്ചിരിയോടെ നോക്കിക്കൊണ്ടിരുന്നു. അവൾ ചിന്തിക്കുകയായിരുന്നു. വിക്രമൻ തൻ്റെ കഴുത്തിൽ ബലമായി താലി കെട്ടിയപ്പോൾ അവളുടെ ജീവിതം നശിച്ചുവെന്നാണ് അവൾ വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ ആ സംഭവം അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായാണ് അവൾക്ക് തോന്നുന്നത്. വണ്ടി ഒന്ന് നിർത്ത്, ജാനകി പറഞ്ഞത് കേട്ട് വിക്രമൻ ജാനകിയെ നോക്കി. എന്നിട്ട് അവൻ ജീപ്പ് നിർത്തി. ജാനകി ജീപ്പിൽ നിന്ന് ഇറങ്ങി. അത് കണ്ട് വിക്രമനും ജീപ്പിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് ജാനകിയുടെ അടുത്തേക്ക് ചെന്നു. എന്താ, എന്തു പറ്റി? വിക്രമൻ സംശയത്തോടെ ചോദിച്ചു. ജാനകി ഒന്നും പറയാതെ അവനെ മുറുക്കെ കെട്ടിപ്പിടിച്ചു. അവളുടെ പെട്ടെന്നുള്ള ആ പ്രതികരണത്തിൽ വിക്രമനൊന്ന് ഭയന്നുവെങ്കിലും അവൻ്റെ ചുണ്ടിൽ പെട്ടെന്നൊരു പുഞ്ചിരി വിടർന്നു. താങ്ക്സ് ഫോർ ടുഡേ ആൻഡ് ഐ ലവ് യു. അവൾ അവൻ്റെ നെഞ്ചിൽ ചാഞ്ഞുകൊണ്ട് പറഞ്ഞു.